Hello dear friends, before going to the topic, we can discuss NIMHANS Nursing Officer Exam 2021. അപ്പോൾ നമുക്കറിയാം 266 vacancies are there. 28/6/2021 is the last date. അപ്പൊ ഈ ഒരു നിംഹാൻസ് നഴ്സിംഗ് ഓഫീസർ എക്സാമിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റികളും ആ ഒരു നിംഹാൻസ് സ്ഥാപനത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻസുമാണ്, ആ ഒരു എക്സാമിന്റെ പ്രാധാന്യമാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ടോപ്പിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിംഹാൻസിന് 266 വേക്കൻസി ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും വേക്കൻസി, സാധാരണ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് 106 വേക്കൻസിയാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിംഹാൻസ് സാധാരണ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഏതൊരു എക്സാം കഴിഞ്ഞാലും വിത്തിൻ ഫ്യൂ മന്ത്സ് എക്സാം റിസൾട്ട് വരികയും ഒരു വിത്തിൻ 4 to 5 months നിങ്ങൾക്ക് അവിടെ ജോലിക്ക് കയറാൻ സാധിക്കുകയും ചെയ്യുന്നു. അതാണ് ആ ഒരു എക്സാമിന്റെ പ്രാധാന്യം. ഓൺലൈൻ എക്സാം സെന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. ന്യൂറോ മെഡിസിൻ, ന്യൂറോ സർജറി, അതുപോലെ സൈക്യാട്രി, ഈ 3 ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 60% മാർക്കും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ മറ്റ് നഴ്സിംഗ് സബ്ജക്ട്സിന് പ്രാധാന്യം കൊടുക്കരുത് എന്നല്ല, എല്ലാം തന്നെ പ്രാധാന്യം ഉള്ളതാണ്. പക്ഷെ ഈ ഒരു ന്യൂറോ സൈക്യാട്രി, പ്രത്യേകിച്ചും സൈക്യാട്രിയുടെ നിങ്ങളുടെ എന്തെങ്കിലും BSc നഴ്സിംഗ് പഠിച്ചപ്പോഴുള്ള ശ്രീവാണി എന്നുള്ള ഒരു ടെക്സ്റ്റ്, അതുപോലെ നീരജ് അഹുജയുടെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയുള്ള ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ 2 ടെക്സ്റ്റും നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മുഴുവൻ നിങ്ങൾ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യണം. കവർ ചെയ്തിട്ടൊരു നിങ്ങളുടെ നോട്ട്സിലേക്ക് എഴുതി വെക്കണം. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ന്യൂറോ സിസ്റ്റത്തിന്റെ അനാട്ടമിയിൽ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അത് കാണാത്തവരെ കണ്ട് പഠിക്കാൻ നോട്ട്സ് എഴുതുക. അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, ന്യൂറോ അനാട്ടമി ചെയ്ത വീഡിയോ ആണ്. അതുപോലെ ന്യൂറോയുടെ നിങ്ങൾ മാക്സിമം സിസ്റ്റം നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുക. ബ്രണ്ണർ ആൻഡ് സിദ്ധാർത്ഥ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുപോലെ ഇന്ന ബുക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് കയ്യിലുള്ള ഏതെങ്കിലും ബുക്കുകൾ, എല്ലാ ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ന്യൂറോ നിങ്ങൾ ഫുള്ള് കവർ ചെയ്യുക. അതുപോലെ കാർഡിയക് ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സിസ്റ്റം വൈസ് ആയിട്ടുള്ള അനാട്ടമി ക്ലാസ്സുകളും MCQ ഞാൻ തരാൻ ശ്രമിക്കാം. അതുപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് വരുന്നതെങ്കിൽ അതിൽ 0.25 മാർക്സ് ദർ ഈസ് നെഗറ്റീവ് മാർക്ക്. സോ നിങ്ങൾ 4 ക്വസ്റ്റ്യൻ തെറ്റായിട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നഷ്ടപ്പെടും. 1 മാർക്കല്ല, ആ ഒരു 4 മാർക്കും 4 തെറ്റീവ് മാർക്കും പ്ലസ് 1 മാർക്ക്, അങ്ങനെ 5 മാർക്ക് നഷ്ടപ്പെടും. അതുപോലെ ഈ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ മാർക്ക് അറിയാം എന്നാണ് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്തവർ പറഞ്ഞത്. ആ ഒരു മാർക്ക് പെട്ടെന്ന് തന്നെ അറിയുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു നിംഹാൻസ് നഴ്സിംഗ് ഓഫീസറിന്റെ എക്സാമിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന കേരള PSCയുടെ DME എക്സാം, നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും. ഇപ്പൊ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എക്സാം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും, അത് ഉറപ്പാണ്. ഈ ഒരു വർഷം നിങ്ങൾ ഒരു എയിം ചെയ്ത് പഠിക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നോട്ട്സ് സ്വന്തമായിട്ട് റെഫർ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് നോട്ട്സ് എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് കൂടെ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാനാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ആളുകൾക്കും എന്നെ പോലുള്ള ആളുകൾക്ക് അതൊരു മോട്ടിവേഷൻ ആകുള്ളൂ. നമുക്ക് കൂടുതലും ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ, നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാൻ വേണ്ടി ഞാനും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു ചാനലിൽ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള MSc നഴ്സിംഗ് എൻട്രൻസ് എക്സാമിന്റെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ റിലേറ്റഡ് പോയിന്റ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. The systematic review of records of nursing actions in order to evaluate the quality of nursing care by comparing the evidence. Options: accreditation, nursing standards, nursing audit, quality control. കറക്റ്റ് ആൻസർ നേഴ്സിംഗ് ഓഡിറ്റ് ആണ്.
സോ നേഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് റെക്കോർഡ്സ്. ആ ഒരു ഓരോ റെക്കോർഡ്സും പരിശോധിക്കും. നമ്മുടെ ഒരു ഏരിയയിൽ വന്നിട്ട്, നമ്മുടെ ആ ഒരു ICU ആണെങ്കിൽ ICU വന്നിട്ട് അവർ പരിശോധിക്കും. ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ, എത്രമാത്രം അവർ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഓർത്താൽ മതി, ഓഡിറ്റിന് വരുന്നുണ്ട്, അപ്പം നമ്മുടെ ഫയൽസ് എല്ലാം വളരെ ക്ലിയർ ആകണം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി എന്താണ് നമുക്ക് അക്രഡിറ്റേഷൻ, അതുപോലെ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ് എന്താണ് നോക്കാം. അക്രഡിറ്റേഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് ഇവാലുവേറ്റ്സ് nursing programs to determine if it is meeting specific state and national standards. അപ്പോൾ അക്രഡിറ്റഡ് ബോഡീസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ നാഷണൽ ലെവലിൽ അക്രഡിറ്റഡ് ബോഡീസ് ഉണ്ട്. അവർ നേഴ്സിംഗ് പ്രോഗ്രാം ദാറ്റ് ഇവാലുവേറ്റ് ചെയ്യും. ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു കോളേജ് ഓഫ് നേഴ്സിംഗ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ NABH അക്രഡിറ്റഡ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പൊ ആ ഒരു പ്രത്യേക സ്പെസിഫിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ, അവര് ക്വാളിറ്റി കെയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണക്കാക്കുന്നതാണ് അക്രഡിറ്റേഷൻ. ഇസ് ദ പ്രോസസ് ദാറ്റ് ഇവാലുവേറ്റ്സ് നേഴ്സിംഗ് പ്രോഗ്രാംസ് ടു ഡിറ്റർമൈൻ ഇഫ് ഇറ്റ് ഈസ് മീറ്റിംഗ് സ്പെസിഫിക് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ്സ്. NABH ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി അവിടെ കൂടുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ, a process that helps a company make sure it creates quality products and that staff and management alike make minimal mistakes. ക്വാളിറ്റി കൺട്രോൾ, ആ ഒരു ക്വാളിറ്റി ഉണ്ടോന്ന് ഒരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, അപ്പോൾ അവർ ക്വാളിറ്റി പ്രൊഡക്ട്സ് അവിടുന്ന് മേക്ക് ചെയ്യുന്നുണ്ടോ, ഉണ്ടാക്കുന്നുണ്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ അവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ എങ്ങനെയാണ്, ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ്, സർജറിയുടെ ഔട്ട്കം എങ്ങനെയാണ്, ഇൻഫെക്ഷൻ കുറവാണോ കൂടുതലാണോ. അപ്പോൾ ഒരു ആളുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഓരോ ഏരിയയിലൊക്കെ വന്നിട്ട് എത്രമാത്രം ഇൻഫെക്ഷൻ ഉണ്ട്, നമ്മുടെ നോളജ് ലെവൽ അസസ് ചെയ്യും. അത് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ഇസ് ആൻ ഓൺഗോയിങ് സിസ്റ്റമാറ്റിക് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് ക്വാളിറ്റി അഷുറൻസ്. Next question, every subordinate must receive orders and instructions and be accountable to only one superior. This principle of management is options: unity of command, unity of direction, scalar chain of command, centralization. ഹെൻറി ഫയൽ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നതാണ്. അതായത് ഓരോ സബോർഡിനേറ്റും ഒരു ഓർഡർ സ്വീകരിക്കുന്നത് നമ്മുടെ സുപ്പീരിയറിൽ നിന്നാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ വാർഡിലുള്ള വാർഡ് ഇൻചാർജ് ആണ് നമ്മുടെ മുകളിലുള്ള, അപ്പൊ അവരുടെ കയ്യിൽ നിന്നുള്ള കമാൻഡാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഹെൻറി ഫയൽസ് 14 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് ഇവിടെ. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, subordination of individual interest, remuneration, centralization, scalar chain, order, equity, stability, initiative, esprit de corps. അപ്പൊ ഇതില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണുക, അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇത് ലാസ്റ്റ് പറഞ്ഞ എസ്പിരിറ്റ് ഡി കോർപ്സ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെന്റ് ടു മോട്ടിവേറ്റ് ദെയർ എംപ്ലോയീസ് and be supportive of each other regularly. Developing trust and mutual understanding will lead to a positive outcome and work environment. ഇപ്പൊ എന്താണ് എസ്പിരിറ്റ് ഡി കോർപ്സ്? ഒരു മാനേജ്മെന്റ് അവിടുത്തെ വർക്കേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നു, അവർക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഒരു രീതിയാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. Next question, assigning the new employee to an appropriate position is options: recruitment, selection, placement, induction. ഒരു ന്യൂ എംപ്ലോയിയെ ആ ഒരു പൊസിഷനിലേക്ക് അസൈൻ ചെയ്യുകയാണ്. അതിനെ പറയുന്ന പേരാണ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the student patients ratio to be maintained for providing effective clinical training for students is 1:2, 1:3, 1:4, 1:5.
കറക്റ്റ് ആൻസർ 1:3 ആണ്. അതായത് സ്റ്റുഡന്റ് പേഷ്യന്റ് റേഷ്യോ എഫക്റ്റീവ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് നമ്മൾ ഒരു പേഷ്യന്റ് അല്ല 3 പേഷ്യന്റ് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ സ്റ്റുഡന്റ് പേഷ്യന്റ് റേഷ്യോ 1:3 ആണ്. അതായത് ഒരു സ്റ്റുഡന്റിന് 3 പേഷ്യന്റ് എന്നുള്ള രീതിയിലാണ് സാധാരണ ഒരു എഫക്റ്റീവ് ആയിട്ട് കാണുന്നത്. ക്ലിനിക്കൽ ടീച്ചിങ് എന്താണെന്ന് നോക്കാം. is defined as acting and interacting with students and other health professionals in setting where people are in need of health care to promote both the maximum learning of the students and the maximum health of clients. So interaction, clinical teaching എന്നാണ്. ക്ലിനിക്കൽ ടീച്ചിങ് എന്ന് സാധാരണ ഹോസ്പിറ്റൽ ബെഡ്സൈഡ് ക്ലിനിക് എന്നൊക്കെ പറയും. ബെഡ്സൈഡിൽ തന്നെ നടക്കുന്നതാണ്. ഹെൽത്ത് പ്രൊഫഷണൽസ്, ടീച്ചർ ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ, അതിനകത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം, എന്തെങ്കിലും സ്പെഷ്യൽ കെയർ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അപ്പൊ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമുക്ക് പ്രാക്ടിക്കൽ അല്ല, ശരിക്കും പറഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കലുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്സിൽ പഠിക്കുന്ന ഒന്നും അല്ല ഒരുപക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്. തിയറിയും പ്രാക്ടിക്കലുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ടു പ്രൊമോട്ട് ദ മാക്സിമം ലേണിംഗ് ഓഫ് ദ സ്റ്റുഡൻസ്. ആ ഒരു മാക്സിമം ലേണിംഗ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പേഷ്യന്റിനെ ഹാംഫുൾ ആകാത്ത രീതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റാഫിനോടൊക്കെ ചോദിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പേഷ്യന്റിനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബെഡ്സൈഡ് ക്ലിനിക്കിൽ അവിടെ ഓരോ പ്രാക്ടിക്കലും ചെയ്യുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചർ. ഇപ്പൊ നേഴ്സിംഗ് റൗണ്ട് ആണ് അടുത്തത്. നേഴ്സിംഗ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടൂർ ഓഫ് പേഷ്യൻസ് ബെഡ്സൈഡ് ഏരിയ മെയ്ഡ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് നോട്ട് മോർ ദാൻ 7-8 ഫോർ ദ പർപ്പസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പർപ്പസ് ഓർ ക്ലിനിക്കൽ ലേണിംഗ്. അപ്പൊ എന്തെങ്കിലും ഇൻസ്ട്രക്ഷണൽ പർപ്പസ്, നമുക്കറിയാം നേഴ്സിംഗ് റൗണ്ട്സ് രാവിലെ ചിലപ്പോൾ നേഴ്സിംഗ് ഇൻചാർജ് വരും. നേഴ്സിംഗ് ഇൻചാർജ് എന്തായാലും ഉണ്ടാവും, വാർഡ് ഇൻചാർജ് ഉണ്ടാവും, അതുപോലെ സൂപ്പർവൈസർ ഉണ്ടാവും. അപ്പൊ ഇത്രയും പേര്, ചില സ്റ്റുഡൻസ് ഒക്കെ കൂടെ ഒരു 7-8 പേരുണ്ടാവും. അവര് പേഷ്യന്റിന്റെ ഓരോ റൂമിലും പോയിട്ട്, വാർഡിലൊക്കെ ആണെങ്കിൽ ഓരോ റൂമിലും പോയിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പൊ എന്തെങ്ങനെ നമുക്ക് വളരെ അവരെ വിഷ് ചെയ്തിട്ട് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാം. അപ്പം ആ ഒരു സമയത്ത് സ്റ്റുഡൻസിന് അത് കണ്ടു പഠിക്കാൻ ചെയ്യാം, ക്ലിനിക്കൽ ലേണിംഗ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നേഴ്സിംഗ് റൗണ്ട്സിൽ വരുന്നതാണ്. ഇനി ക്ലാസ് റൂം ടീച്ചിങ്ങും ക്ലിനിക്കൽ ടീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ലാർജ് ഗ്രൂപ്പാണ്, ക്ലിനിക്കൽ ടീച്ചിങ് സ്മോൾ ഗ്രൂപ്പാണ്. ക്ലാസ് റൂം ടീച്ചിങ്ങിൽ പേഷ്യന്റ് ഉണ്ടാവില്ല, നോ ഫോക്കസ് ഓൺ പേഷ്യന്റ്. ക്ലിനിക്കൽ ടീച്ചിങ് ഫോക്കസ് ഓൺ പേഷ്യന്റ്. ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നോളജ് ആണ്. നോളജ് നമ്മൾ ആ തിയറിയാണ് പഠിക്കുന്നത്. ആപ്ലിക്കേഷൻ, ആ തിയറി, പഠിച്ച തിയറിയെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, ക്ലിനിക്കൽ റീസണിങ്, ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ഈസ് ലാർജ്. ഒരു ടീച്ചറും 30, 40, 50 സ്റ്റുഡൻസ് ഉണ്ടാവും. ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ഈസ് സ്മോൾ. ഒരു ടീച്ചർ 4-5 സ്റ്റുഡൻസ്. പാസീവ് സ്റ്റുഡൻസ്, കുട്ടികൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചു, ചിലപ്പോൾ എന്തെങ്കിലും ലോകത്തായിരിക്കും, വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും ക്ലാസ് എടുക്കുമ്പോൾ. പക്ഷെ ഇവിടെ എന്താണ്? ആക്റ്റീവ് ആണ്, നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ലെസ് ഇന്ററാക്റ്റീവ് ആണ് ക്ലാസ് ഗ്രൂപ്പില്. ക്ലിനിക്കൽ ടീച്ചിങ്ങിൽ എന്താണ്? മോർ ഇന്ററാക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ദ കരിക്കുലം ദാറ്റ് ഈസ് അഗ്രീഡ് ബൈ ഫാക്കൽറ്റി ഐദർ ഇംപ്ലിസിറ്റ്ലി ഓർ എക്സ്പ്ലിസിറ്റ്ലി. ഓപ്ഷൻസ്: ഹിഡൻ കരിക്കുലം, ഇല്ലെജിറ്റിമേറ്റ് കരിക്കുലം, ലെജിറ്റിമേറ്റ് കരിക്കുലം, നൾ കരിക്കുലം. കറക്റ്റ് ആൻസർ ലെജിറ്റിമേറ്റ് കരിക്കുലം. ഫാക്കൽറ്റി അതുപോലെ സ്റ്റുഡൻസ് ഒക്കെ അംഗീകരിച്ച കരിക്കുലമാണ് ലെജിറ്റിമേറ്റ് കരിക്കുലം. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ്. അക്കോർഡിംഗ് ടു ഒലിവിയ ബേസിസ് എന്നുള്ള ഒരാൾ, ഒരു ഫിലോസഫർ, അദ്ദേഹം പറയുന്ന അനുസരിച്ച് ലെജിറ്റിമേറ്റ് കരിക്കുലം റെക്കഗ്നൈസ്ഡ് ആൻഡ് അക്നോളജ്ഡ് ബൈ ദ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ആസ് റിയൽ കരിക്കുലം ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ അക്രഡിറ്റേഷൻ ബോഡീസ്. അപ്പം നഴ്സിംഗ് സ്റ്റാൻഡേർഡ് ഉള്ള, അപ്പം NABH അക്രഡിറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച ബുക്സ് ഉണ്ടാകും. ആ ബുക്സ് നമ്മൾ പഠിക്കുക, ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ വെച്ച് പഠിക്കുക. അങ്ങനെ അംഗീകരിച്ച കാര്യങ്ങൾ, റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫാക്കൽറ്റിയും സ്റ്റുഡൻസും ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് സിലബസ് വെച്ച് പഠിക്കുക. സിലബസ് നമ്മൾ ആ സിലബസിൽ ഉള്ളതുപോലെ പഠിക്കുന്നു. അതാണ് ലെജിറ്റിമേറ്റ് കരിക്കുലം. അപ്പൊ അത് റിയൽ കരിക്കുലം. അതർ നെയിം ഓഫ് ലെജിറ്റിമേറ്റ് കരിക്കുലം എന്താണ്? റിയൽ കരിക്കുലം. ഇനി എന്താണ് ഇല്ലെജിറ്റിമേറ്റ് കരിക്കുലം? ഇറ്റ് വാല്യൂസ്
teaches many other things such as caring, compassion, power, etc. Teachers feel a moral obligation to their students. അപ്പോൾ ക്ലാസ് എടുക്കുന്നത് കൂടാതെ ടീച്ചർ കുട്ടികളെ ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികളെ കെയറും കൂടെ ചെയ്യുന്നുണ്ട്. അവരോട് കമ്പാഷനേറ്റ് ആണ്. ടീച്ചർ ഷുഡ് ബി കമ്പാഷനേറ്റ്, സംടൈംസ് പവർഫുൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. പഠനത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അത് ഇല്ലെജിറ്റിമേറ്റ് കരിക്കുലമാണ്. ഹിഡൻ കരിക്കുലം is a set of lessons which are learned but not openly intended to be taught in school, such as the norms, values and beliefs conveyed in both the classroom and social environment. Example, social expectations of gender, language, behavior or morals. അപ്പൊ ഒളിഞ്ഞിരിക്കുന്ന കരിക്കുലം, ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇല്ലാത്തത്, ഇപ്പം നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല സ്റ്റുഡൻസിനോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, സ്കൂളിലെ മുതിർന്ന ആളുകളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ടീച്ചേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ കൾച്ചർ നമ്മൾ പഠിക്കുകയാണ്, ആ വാല്യൂസ് നമ്മൾ അറിയുകയാണ്, ആ ബിലീഫ് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ടീച്ചിങ് പാഠ്യപദ്ധതിയിൽ അല്ലാത്ത കാര്യങ്ങളാണ് ഹിഡൻ കരിക്കുലം. നമുക്കൊരു ചിത്രത്തിന്റെ സഹായത്തോടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് നൾ കരിക്കുലം? ദാറ്റ് ഈസ് തിങ്സ് വി ഡോണ്ട് ടീച്ച്. എക്സാമ്പിൾ, വി ടീച്ച് അബൌട്ട് വാർസ് നോട്ട് പീസ്. എക്സാമ്പിൾ ആണ്. നൾ കരിക്കുലത്തിൽ നമ്മൾ അതും പാഠ്യപദ്ധതിയിൽ ഇല്ലാത്തതാണ്. നൾ കരിക്കുലം വി ഡോണ്ട് ടീച്ച്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വാറിനെ പറ്റി ക്ലാസ് എടുക്കുന്നു, അപ്പൊ പീസിനെ പറ്റി എടുക്കുന്നില്ല. പീസ് നമ്മൾ തന്നെ മനസ്സിലാക്കിയാണ്. കാരണം വാർ, ഒരു യുദ്ധത്തിനെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ അതിലുള്ള പീസ്, സമാധാനം കണ്ടെത്തുകയാണ്. ആ ഒരു സ്റ്റുഡന്റ് തന്നെ പീസ് മനസ്സിൽ കണ്ടെത്തുകയാണ്. ദാറ്റ് ഈസ് നൾ കരിക്കുലം. അപ്പൊ ആ ഒരു സ്റ്റുഡന്റിന് തന്നെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. വി ടീച്ച് അബൌട്ട് സർട്ടൻ റിലീജിയൻ നോട്ട് അതേഴ്സ്. ഒരു പ്രത്യേക റിലീജിയനെ പറ്റി ക്ലാസ് എടുക്കുന്നു, മറ്റുള്ള റിലീജിയനെ പറ്റി ക്ലാസ് എടുക്കുന്നില്ല. പക്ഷെ ആ സ്റ്റുഡന്റ് മനസ്സിലാക്കുന്നു മറ്റുള്ള റിലീജിയനെ പറ്റി. സ്റ്റുഡൻസ് ക്യാൻ ടേക്ക് ഡിസിഷൻ. ദാറ്റ് ഈസ് നൾ കരിക്കുലം. ഇനി ടൈപ്സ് ഓഫ് കരിക്കുലം ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. എക്സ്പ്ലിസിറ്റ് കരിക്കുലം, ഇംപ്ലിസിറ്റ് കരിക്കുലം, നൾ കരിക്കുലം. Explicit curriculum. An explicit curriculum is one that has been carefully designed, pilot tested by teachers and students and then presented or published. അപ്പം നമ്മൾ ലെജിറ്റിമേറ്റ് കരിക്കുലത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം. വൺ ഹാസ് ബീൻ കെയർഫുള്ളി ഡിസൈൻഡ്. ആ ഒരു പ്രത്യേകം അക്രഡിറ്റഡ് ബോഡീസ് സമ്മതിച്ച് റെക്കഗ്നൈസ് ചെയ്ത് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ മനസ്സിലാക്കിയ കരിക്കുലമാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം. അങ്ങനെ നിങ്ങൾ മലയാളത്തിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇംപ്ലിസിറ്റ് കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്ലിസിറ്റ് കരിക്കുലം ഈസ് വൺ ദാറ്റ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് ദ തിങ്കിങ് പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ് ബട്ട് നോട്ട് റിട്ടൺ ഡൗൺ ഓർ പബ്ലിഷ്ഡ്. ഓരോ ടീച്ചേഴ്സും ചിന്തിക്കുകയാണ്, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ് ഇംപ്ലിസിറ്റ് കരിക്കുലം. അത് എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ എഴുതി വെച്ച കരിക്കുലമാണ് എക്സ്പ്ലിസിറ്റ് കരിക്കുലം, എഴുതി വെക്കാത്ത കരിക്കുലമാണ് ഇംപ്ലിസിറ്റ് കരിക്കുലം. And therefore not able to be replicated by others. Null curriculum, something that we don't teach, thus giving students message that these elements are not important in their education experience. Null curriculum നമ്മൾ നേരത്തെ പറഞ്ഞാണ് ടീച്ച് ചെയ്യാത്ത കരിക്കുലം. വാറിനെ പറ്റി ക്ലാസ് എടുക്കുന്നു, പക്ഷെ മനസ്സിലാക്കുന്നത് പീസിനെ പറ്റി മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ റിലേറ്റഡ് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോസിന്റെ ലെങ്ത് പരമാവധി കൂട്ടാത്തത്. ഇനിയും നമ്മൾ MCQ ഡിസ്കഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി വീഡിയോ നമുക്ക് തരാം. എന്തായാലും നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. അപ്പൊ ഈ ഒരു എൻഡ് സ്ക്രീനിലുള്ള ന്യൂറോ അനാട്ടമിയുടെ ഈ വീഡിയോ നിങ്ങൾ കാണണം. അതിന്റെ കൂടെ തന്നെ ന്യൂറോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ശ്രീവാണിയുടെയും നീരജ് അഹൂജയുടെയും ഈ ഒരു ബുക്സ് ഫുൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാക്സിമം നമുക്ക് നിംഹാൻസ് എക്സാം ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് മാക്സിമം കവർ ചെയ്യാം. പക്ഷെ ന്യൂറോയുടെ പോർഷൻ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല, സമയക്കുറവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യണം. സൈക്യാട്രി മാക്സിമം ടോപ്പിക്ക് ഞാൻ തരാൻ ശ്രമിക്കാം. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളുകൾ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.